സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് നിർമ്മിച്ച കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവനിൽ പ്രവർത്തിക്കുക. 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിൽ 7 നിലകളായിട്ടാണ് കർത്തവ്യ ഭവൻ നിർമ്മിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, എപ്പോഴാണ് ചടങ്ങുകൾ? ഇന്നുച്ചയ്ക്ക് 12:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർത്തവ്യ ഭവൻ രാഷ്ട്രത്തിന് സമർപ്പിക്കും. അതിൽ വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ഓഫീസുകൾ ഇനി മുതൽ അവിടെയായിരിക്കും പ്രവർത്തിക്കുക. 1.5 ലക്ഷം സ്ക്വയർ മീറ്ററിലാണ് ഇത് പണിതിട്ടുള്ളത്. 7 നിലകളിലായാണ് ഈ കെട്ടിടം പണിതുയർത്തിയിട്ടുള്ളത്. ഇതിന് പലവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതായത് 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അത്യാധുനിക സമുച്ചയമാണിത്. അതോടൊപ്പം തന്നെ ഇതിൽ ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറുടെ ഓഫീസ് എന്നിവ പ്രവർത്തിക്കും എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, പുതിയ മന്ദിരം ആധുനിക ഭരണനിർവഹണത്തിന് അനുയോജ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളതാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻപുണ്ടായിരുന്ന ഈ പല കെട്ടിടങ്ങളും ഒക്കെ തന്നെ കാലഹരണപ്പെട്ടതാണ്. 1950-നും 1970-നും ഇടയിൽ നിർമ്മിച്ചതാണ് ഇപ്പോഴുള്ള ശാസ്ത്രി ഭവൻ, കൃഷിഭവൻ, ഉദ്യോഗ് ഭവൻ, നിർമ്മാൺ ഭവൻ തുടങ്ങിയ കെട്ടിടങ്ങളെല്ലാം. അവയെല്ലാം തന്നെ മാറ്റി ഏറ്റവും അത്യാധുനികമായ പുതിയ കെട്ടിടങ്ങൾ ഇതാ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോകുന്നു. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ കൃത്യനിഷ്ഠയോടെ ജോലികൾ ചെയ്യുന്നതിന്, രാജ്യസേവനത്തിനായാണ് ഈ കെട്ടിടങ്ങൾ പണിതുയർത്തിയിട്ടുള്ളത്. സെൻട്രൽ വിസ്റ്റ പ്രൊജക്ടിന്റെ ഭാഗമായാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം നടന്നതും. പ്രധാനമന്ത്രി 12:15 രാഷ്ട്രത്തിന് ഇവ സമർപ്പിക്കും. ശരി ശ്രീകാന്ത്, രാജ്യ തലസ്ഥാനത്ത് നിർമ്മിച്ച കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. ആഭ്യന്തരം, വിദേശകാര്യം, ഗ്രാമവികസനം, പെട്രോളിയം എന്നീ മന്ത്രാലയങ്ങളാണ് കർത്തവ്യ ഭവനിൽ പ്രവർത്തിക്കുക. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.